പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കെടുന്ന പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ തന്ത്രപരമായ മിടുക്ക് എന്നാണ് ഭാരതത്തിന് എതിരായ ഭീകരാക്രമണത്തെ സ്വയം വിശേഷിപ്പിച്ചത്. എയർ വൈസ് മാർഷൽ ഔറംഗസേബ് ആണ് പാകിസ്ഥാൻ്റെ പങ്കേറ്റു പറഞ്ഞത്. 40 അർദ്ധസൈനികരുടെ ജീവനെടുത്ത ആക്രമണത്തിൽ പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. Pakistan's land, Pakistan's ADIZ and territorial waters, there's no compromise. There's no compromise. Pakistan's people, when they are threatened, their loss of life, loss of material, it cannot go unnoticed, cannot go like that. We owe it to our nation. And the pride and the trust the Pakistani nation has on our armed forces, we have always upheld it at all cost. At all cost. We did try to tell them with our tactical brilliance in Pulwama. Now we showed them our operational prowess and strategic guile and guide, and I think they should take heed. This is the best we can. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജമ്മുവിലെ സാംബയിൽ നിന്ന് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും ഒപ്പം ജിഷ്ണു കൃഷ്ണനും ചേരുന്നു. ഞാൻ ആദ്യം പ്രദീപ് പിള്ളയിലേക്ക് പോവാണ്. പ്രദീപ് പിള്ള, പുൽവാമ ഭീകരാക്രമണം അത് വെച്ചുകൊണ്ടായിരുന്നു എപ്പോഴും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ ആഞ്ഞടിച്ചിരുന്നത്. അതായത് സർക്കാർ തന്നെയാണ് ഈ 40 പാരാമിലിറ്ററി പേഴ്സണലിനെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള വലിയ പ്രചരണം. മാത്രമല്ല, അന്ന് അവിടെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് കൊലക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പരാമർശം വന്നിരുന്നു. ഇപ്പോഴിതാ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് ആണ്. എന്താണ് വിശദാംശങ്ങൾ പ്രദീപ് പിള്ള? അനിൽ നമ്പ്യാർ, വർഷങ്ങൾക്ക് ശേഷം 6 വർഷത്തിന് ശേഷം ആ സത്യം പുറത്തു വരികയാണ്. ആദിൽ അഹമ്മദ് ദാർ എന്ന് പറയുന്ന ജയ്ഷെ മുഹമ്മദിൻ്റെ സൂത്രധാരൻ്റെ പേരും അദ്ദേഹത്തെ ഈ പുൽവാമ ആക്രമണവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളും ഭാരതം കൈമാറിയപ്പോഴും നിഷേധിക്കുകയായിരുന്നു അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും വിവിധ സേനാ നേതൃത്വങ്ങളും. ഇന്ന് ഭാരതം പാകിസ്ഥാനുള്ളിലേക്ക് കടന്നു ചെന്ന് അല്പം മുമ്പ് നമ്മുടെ തലക്കെട്ടുകളിൽ പറഞ്ഞ പോലെ വ്യോമ താവളങ്ങൾ, അവരുടെ വ്യോമസേനയുടെ അടിത്തറയാണ് ഇളക്കിയിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ. ആ വേദന, ആ അപമാനം, അതിൽ നിന്നാണ് അറിയാതെ മനസ്സറിയാതെ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദിൻ്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ, ഈ സത്യം പുറത്തു വീണത്. അതിന് അദ്ദേഹം മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചു. ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ്. ഞങ്ങളുടെ കരയോ ഭൂമിയോ ആകാശമോ ജലമോ ഏത് അതിർത്തി ലംഘിച്ചാലും തിരിച്ചടി നേരിടും. ഇത് ഞങ്ങൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുന്നത് 2-3 കാര്യങ്ങൾ. ഒന്ന്, സൈന്യവും ISIയും വിവിധ ഭീകര സംഘടനകളുമായി ഉള്ള അഭേദ്യമായ ബന്ധം. 2, ഭാരതത്തിൽ നടക്കുന്ന ഓരോ തീവ്രവാദ പ്രവർത്തനത്തിലും പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ പങ്കും ഉത്തരവാദിത്വവും. 3, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഭീരുത്വം പാകിസ്ഥാൻ്റെ. ഇങ്ങനെ 3 ഘടകങ്ങൾ. ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാവുന്നതിൽ നമ്പ്യാർ, ഈ വെടുവായത്വം പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വലിയ വർത്തമാനം പറയുമ്പോൾ, ഈ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദിൻ്റെ അടുത്തിരുന്ന ആളെ കാണണ്ടേ? ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി, അവരുടെ ഇന്റർ സർവീസസ് PR-ന്റെ ഡയറക്ടർ ജനറലാണ്. ഈ ചൗധരി ആരെന്നറിയണ്ടേ? സുൽത്താൻ ബഷീറുദ്ദീൻ മഹ്മൂദ് എന്ന ആണവ ശാസ്ത്രജ്ഞൻ്റെ പുത്രനാണ്. ഈ സുൽത്താൻ അന്ന് അൽ-ഖായിദയുടെ ഒസാമ ബിൻ ലാദനെ കണ്ടിട്ട് ആണവ ടെക്നോളജി, ആണവ ബോംബിൻ്റെ സർവ്വവിധ ടെക്നോളജിയും ഈ ബോംബുണ്ടാക്കാനുള്ള സംവിധാനവും കൈമാറാൻ ഒരുങ്ങിയ ആളാണ് ഈ ലഫ്റ്റനന്റ് ജനറലിൻ്റെ പിതാവ്. അങ്ങനെ പൈതൃകം തലമുറ കൈമാറുന്ന തീവ്രവാദ ബന്ധത്തിൻ്റെ മുഖം കൂടിയാണ് ലോകം മുഴുവനുള്ള ക്യാമറകളുടെ മുന്നിൽ, ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിവായിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ എന്ത് പറഞ്ഞാണ് ഈ നിഷേധിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അനിൽ, ഇതിലേക്ക് അവരെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെഡ്ലൈൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നൂർ ഖാൻ അടക്കമുള്ള അവരുടെ വ്യോമ താവളങ്ങൾ, അവരുടെ എയർഫോഴ്സ് ബേസുകൾ ഭാരതം തകർത്തു. പലയിടത്തു നിന്നും അവർക്ക് പ്രതിരോധം ചമയ്ക്കാൻ പോലും കഴിയാത്ത വിധം അവരുടെ ആക്രമണ
ത്തിന്റെ മുനയൊടിച്ചുകൊണ്ടുള്ള 1.5 മണിക്കൂർ ആക്രമണമാണ് വെള്ളിയാഴ്ച, അതായത് മിനിഞ്ഞാന്ന് രാവിലെ ഭാരതം നടത്തിയത് 90 മിനിറ്റ് കൊണ്ട്. അതിലാണ് പാകിസ്ഥാൻ നടങ്ങിയത്. അതിനൊടുവിലാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയത്. അവിടെ നിന്നാണ് അമേരിക്ക അവരെ ആട്ടിപ്പായിച്ചത്. അതല്ലാതെ മറ്റു ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് പോലെ ട്രംപ് അവിടെ ഇരുന്ന് കണ്ണുരുട്ടിയപ്പോൾ പാകിസ്ഥാനും ട്രംപ് പറഞ്ഞപ്പോൾ ഭാരതവും വഴങ്ങിയതല്ല. ഭാരതത്തിൻ്റെ സൗജന്യമായിരുന്നു ഈ വെടിനിർത്തൽ. അവരുടെ ആക്രമണത്തിൻ്റെയും വ്യോമ പ്രതിരോധത്തിൻ്റെയും മുനയൊടിച്ചു ഭാരതത്തിൻ്റെ വ്യോമസേന. ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് മിസൈലുകൾ എണ്ണി 11 നിർണായക തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് ഭാരതത്തിൻ്റെ സേന തകർത്തെറിഞ്ഞത്. അതായത് അവർക്ക് പ്രതിരോധത്തിന് സാധ്യതയില്ല, VIP മൂവ്മെൻറ്റിന് സാധ്യതയില്ല, അവർക്ക് ആക്രമണത്തിന് സാധ്യതയില്ല. എല്ലാത്തിൻ്റെയും അടിത്തറയാണ് ഇളക്കിയത്. ഇപ്പോൾ എന്തായാലും വെളിച്ചത്ത് വരുന്നത് എന്താണ്? കൃത്യമായ തെളിവ് കൊടുത്തിട്ടും ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവിൻ്റെ ഭീകര നേതാവിൻ്റെ ബന്ധം പറഞ്ഞിട്ടും സമ്മതിക്കാതിരുന്ന പാകിസ്ഥാൻ ഇന്ന് അടികൊണ്ടപ്പോൾ, തലക്കടിയേറ്റപ്പോൾ, ആ അപമാന ഭാരത്താൽ ഇപ്പോൾ വീമ്പ് പറയാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങളെന്ന്. അങ്ങനെയെങ്കിൽ ഇനി ആ കേസ് വീണ്ടും പുനരാരംഭിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ പുനരാരംഭിക്കാൻ അവിടെയൊന്നും ബാക്കി വച്ചിട്ടില്ല. ഇതേ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമാണ് ഭാരതം തകർത്തത്. കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം തകർത്തത് ഇതിൻ്റെ ആസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഭാരതം അതിൻ്റെ കണക്ക് തീർത്ത ശേഷമാണ് ഒരുപക്ഷെ നിവൃത്തിയില്ലാതെ ഇനി വീമ്പെങ്കിലും പറയാം, ഇനി ഇങ്ങനെയുള്ള വർത്തമാനമെങ്കിലും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കാം എന്ന് പാകിസ്ഥാനിലെ ബാക്കിയുള്ള സൈനിക നേതൃത്വം കരുതുന്നത്. അനന്തമ്പ്യാർ, പ്രദീപ് പിള്ള, ഓരോ സത്യങ്ങളും പുറത്തു വരുന്നു, വൈകിയാണെങ്കിലും അല്ലേ? താമസിയാതെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള പാകിസ്ഥാൻ്റെ പങ്കും ഇതുപോലെ ഏതെങ്കിലും എയർ വൈസ് മാർഷലോ അല്ലെങ്കിൽ അവരുടെ കരസേനയുടെ മേധാവിയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്നും വരാമല്ലേ? തീർച്ചയായിട്ടും അനിൽ, ഈ സുബാൻ അല്ലാ ക്യാമ്പാണ് തകർത്തത്. ഈ സുബാൻ അല്ലാ ക്യാമ്പിൻ്റെ സൂത്രധാരകനും സ്ഥാപകനും നേതാവും ഒക്കെ ആയിരുന്നു ആദിൽ ഷാ. ഈ ആദിൽ ഷാ ദാറിൻ്റെ ബന്ധം പറഞ്ഞപ്പോഴാണ് അവർ നിഷേധിച്ചത്, ഇപ്പോൾ സമ്മതിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഗതിയില്ലാതെ വരുമ്പോൾ അൽനബ്യാർ പറഞ്ഞ പോലെ പഹൽഗാമിലേക്ക് ആക്രമണത്തെ നയിച്ചത് ഞങ്ങളാണ്. അത് ഞങ്ങളുടെ തന്ത്രപരമായ മിടുക്കായിരുന്നു, ഭാരത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്നായിരുന്നു. പക്ഷെ അത് പറയാൻ ഇനിയൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ. ഇനി ആകെ ബാക്കിയുള്ളത് എണ്ണി പറഞ്ഞ 21 12 കൂടി അവിടെ ബാക്കിയുണ്ട്. ഇനി കളിച്ചാൽ അതിനുള്ള വ്യക്തമായ സന്ദേശം ഇന്നലെ തന്നെ ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട്. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ എന്ന്. ഇനി നിങ്ങളിത് ഭീകരരാണ്, ഞങ്ങൾക്ക് ഔദ്യോഗിക ബന്ധമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞൊഴിയാനാവില്ല. ഇനി ഉണ്ടായാൽ അത് യുദ്ധമായി തന്നെ കണക്കാക്കി യുക്തമായ തിരിച്ചടി നൽകും എന്ന് ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് എയർ വൈസ് മാർഷലിനെ കൊണ്ട് ഈ വർത്തമാനം പറയിച്ചെങ്കിൽ എയർ വൈസ് മാർഷൽ ഈ ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ഒരു വീരസ്യത്തിൻ്റെ മറവിലാണെങ്കിൽ, അല്ലെ വീരസ്യത്തിൻ്റെ ഭാഷയിലാണെങ്കിലും, അവരുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് എന്ന് പറഞ്ഞതാണെങ്കിലും, അവർ പുൽവാമയിലെ 40 ധീര ജവാന്മാരുടെ ജീവനെടുത്ത ആ തീവ്രവാദ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, ഇടം വലം തിരിയാൻ പറ്റാത്ത വണ്ണം കരയിലും ആകാശത്തും കടലിലും രക്ഷയില്ലാത്ത വണ്ണം ഭാരതം അവരെ വളയുകയും കൃത്യമായി എണ്ണി 11 നിർണായക തന്ത്രപ്രധാനമായ സൈനിക വ്യോമസേന താവളങ്ങൾ, കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാനാവാത്ത വിധം തകർത്തു കളഞ്ഞു. അനിൽ നമ്പ്യാർ റൺവേ അടക്കം അവിടെ തകർത്തു നാശമാക്കി. അത് ഇവർ വീണ്ടും ഈ തിരിച്ചടി നമ്മുടെ വിദേശ സഹമന്ത്രിയും നമ്മുടെ വക്താക്കളും പറഞ്ഞു, ആഡിക്വേറ്റ് ആണ്, അപ്രോപ്രിയേറ്റ് ആണ്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആണ്. അതായത് ആവശ്യത്തിനുള്ള കാര്യമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, വളരെ കൃത്യമായിരുന്നു. ഇങ്ങോട്ടുണ്ടായ ആക്രമണത്തിന് ആനുപാതികമായ തിരിച്ചടി നൽകിയിട്ടുള്ളൂ, റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി. അതായത് ഒരു സിവിലിയന് പോലും പരിക്കേൽക്കാത്ത വിധം, ഒരു ജനവാസ മേഖലയും ലക്ഷ്യമിടാതെ, ഒരു സൈനിക കേന്ദ്രം പോലും, ഓർക്കണം, ഓപ്പറേഷൻ സിന്ദൂർ 1 ഒരു സൈനിക കേന്ദ്രവും ലക്ഷ്യമിട്ടിരുന്നില്ല. സൈനിക കേന്ദ്രം ഇവർ തകർത്ത പല ഭീകര താവളങ്ങൾക്കും തൊട്ടടുത്ത് സൈനിക ക്യാമ്പുകളുണ്ടായിരുന്നു. സൈനിക ക്യാമ്പുകളുടെ മേൽനോട്ടത്തിലും അവരുടെ പേട്രണേജിലും തന്നെയാണ് ഈ ഭീകര താവളങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്ന് പൂർണ്ണമായി അറിയാമായിരുന്നിട്ടും
അവയെ വിട്ടിട്ട് ഔപചാരിക സൈനിക കേന്ദ്രങ്ങളെ വിട്ടിട്ട് ഭീകര താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. എന്നിട്ട് അതിൽ നിന്ന് പാഠം പഠിക്കാതെ അതിർത്തിക്കപ്പുറത്ത് വന്നു നിന്ന് രാത്രിയുടെ മറവിൽ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടു. നിരപരാധികളെ വീണ്ടും കൊന്നൊടുക്കി. സ്ത്രീകളെയും കുട്ടികളെയും രജൌരി, പൂഞ്ച് തുടങ്ങിയ അതിർത്തി മേഖലകളിൽ. അതിനെ തുടർന്നാണ് ഭാരതം ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ സമയമായി എന്ന് തീരുമാനിച്ചതും. ഓർക്കണം, ഫുൾ ഓപ്പറേഷണൽ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു പ്രവർത്തിക്കാനായി 3 സേനാ വിഭാഗങ്ങൾക്കും. അവരുടെ ഏകോപിപ്പിച്ചിട്ടുള്ള നീക്കമാണ് തെരഞ്ഞെടുത്ത് പാകിസ്ഥാൻ ഇനി വല്ലാത്ത എന്തെങ്കിലും ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറപ്പെടാൻ കഴിയാത്ത വിധം വ്യോമസേനയുടെ മുനയൊടിച്ചത്, വ്യോമാക്രമണം തുടങ്ങാൻ കഴിയാത്ത വിധം തകർത്തിരിക്കുകയാണ്. അവരെ പ്രതിരോധം നടത്താൻ കഴിയാത്ത വിധം തകർത്തിരിക്കുകയാണ് ഓരോ താവളങ്ങളും. നൂർഖാൻ അടക്കമുള്ള, ജക്കബാദ് അടക്കമുള്ള താവളങ്ങൾ എണ്ണി 11 വിശദാംശങ്ങൾ ജനം TV താമസിയാതെ പുറത്തുവിടും. അങ്ങനെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത്. പ്രതിരോധിക്കാനും ആക്രമിക്കാനുമുള്ള ശേഷി നശിപ്പിച്ച ആക്രമണങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളുടെ നേതൃത്വത്തിൽ ഭാരതം നടത്തിയപ്പോൾ ഗതികെട്ട് കരയുകയായിരുന്നു. രക്ഷിക്കാനാണ് ട്രംപിനെ സമീപിച്ചത്, മറ്റാരുമല്ല അവരുടെ സൈനിക മേധാവി തന്നെയാണ്. തുടർന്നാണ് ഭാരതത്തോട് സംസാരിക്കാൻ അവിടെ നിന്ന് പറഞ്ഞത്. നിവൃത്തിയില്ലാതെ നാണം കെട്ടാണ് അവരുടെ DG, മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ DG, നമ്മുടെ DGയെ വിളിച്ചത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷമയോടെ ഉത്തരവാദിത്വത്തോടുകൂടി മാന്യമായി ഭാരതം പ്രതികരിച്ചു. ശരി, അവരാവശ്യപ്പെട്ടു വെടി നിർത്തണമെന്ന്, അവരഭ്യർത്ഥിച്ചു വെടി നിർത്തണമെന്ന്. വെടി നിർത്താം, പക്ഷേ പ്രഖ്യാപിച്ച മറ്റു ചില നടപടികളുണ്ട്. അതിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച കുറെ കൂടി വ്യക്തത വരുത്തേണ്ടത്. അതായത് ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽമാർ ആണല്ലോ സംസാരിച്ചത്. ഇറ്റ് വാസ് എ ടെലിഫോണിക് കോൺവെർസേഷൻ. അതായത് വെടി നിർത്താം എന്ന ധാരണയിൽ എത്തുന്നു. അതിന് അപേക്ഷിച്ചത് പാകിസ്ഥാനാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് എങ്ങനെയാണ് ഈ വെടിനിർത്തൽ ധാരണയിലൊരു വിള്ളൽ ഉണ്ടായത്? അത് ആദ്യം നമ്മൾ കേട്ടത്, ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം കേട്ടത്, അതായത് ഇവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം തകരാറിലാണല്ലോ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ അവതാളത്തിലായിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ താഴെത്തട്ടിൽ സന്ദേശം കൊടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടുണ്ടായതാണെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. പിന്നീട് മനസ്സിലായി വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടതെന്ന് മനസ്സിലായി. എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളും ഇന്നലെ അത് ഒക്കെ നേരിട്ട് അനുഭവിച്ച ആളാണ്. വീണ്ടും ആക്രമണം തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചത്? ഇത് ഈ വെടിനിർത്തൽ ധാരണയിലെത്തി എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മിസ്രി അത് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതുമാണ്. പിന്നെ അതിൽ നിന്ന് പാകിസ്ഥാൻ പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? അതിന് പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കരങ്ങളുണ്ടോ? അൽനബിയർ, ഇതിൻ്റെ 2 വശങ്ങളുണ്ട്. 2 പ്രസക്തമായ പോയിന്റാണ് അൽനബിയർ ചോദിച്ചത്. ഒന്ന്, യെസ്, അവരുടെ പല വാർത്താവിനിമയ സംവിധാനങ്ങളും തകർത്തെറിഞ്ഞിരുന്നു. 2, ഈ അതിർത്തിയിലുള്ളവരിലേക്ക് എത്ര വ്യക്തമായി എത്ര വേഗത്തിൽ ഈ സന്ദേശം എത്തി എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. 3, പക്ഷേ ഇത് സൈനിക നേതൃത്വം ഗതികെട്ടും രാഷ്ട്രീയ ഭരണ നേതൃത്വം നിവൃത്തിയില്ലാതെയും എടുത്തൊരു തീരുമാനമാണ്. അവരെ നിയന്ത്രിക്കുന്ന കുറേ പേരുണ്ട്. ഇന്നും അവിടെ സജീവമായ ഭീകരർ, ഇന്നും സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും പൂർണ്ണ പിടിയിൽ നിൽക്കാതെ തിരിച്ച് സൈന്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന, സർക്കാരിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ISI, അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം സാമാന്യ ബുദ്ധി അതല്ലെങ്കിൽ തീർന്നു, തകർന്നു, ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും സേനയിലും ISIയിലും ഭീകരരിൽ പൂർണ്ണമായും ഉണ്ട്. തച്ചുടച്ചിരിക്കുകയാണ് നമ്മുടെ അടിത്തറ, തകർത്തെറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്രതികരിക്കാനുള്ള എല്ലാ ശേഷിയും. നമുക്ക് എണീറ്റ് നിൽക്കാനാവില്ല, നമുക്ക് പ്രതിരോധിക്കാനാവില്ല, ആക്രമിക്കാനാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാനുള്ള ലോജിക്കില്ല. തലയും ഹൃദയവും മുഴുവൻ വെറുപ്പ്, തലയും ഹൃദയവും മുഴുവൻ എങ്ങനെ ഭാരതീയരെ ആക്രമിക്കാം, തലയും ഹൃദയം മുഴുവൻ എങ്ങനെ ഭാരതത്തെ തകർക്കാം എന്നുള്ള ഒറ്റ ഭ്രാന്തൻ വികാരത്തിൽ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സമയമെടുത്തു. ഒന്ന്.
2 ഇനി കളിച്ചാൽ ചാരമാകും എന്നുള്ള സന്ദേശം അവരുടെ സൈനിക നേതൃത്വത്തിൽ നിന്ന് തന്നെ താഴെ തട്ടിലേക്ക് കൊടുക്കേണ്ടി വന്നു. അതാണ് അല്പനേരത്തേക്ക്, ഏതാനും മണിക്കൂർ നേരത്തേക്ക് ഒട്ടും പിന്നോട്ട് പോകാത്ത രീതിയിലുള്ള പ്രകോപനവും ജയ്സാൽമർ തൊട്ട് ഇങ്ങ് ഏറ്റവും മുകളിൽ പൂഞ്ചിലും രജൌരിയിലും ശ്രീനഗറിലും ജമ്മുവിലും വരെ ആക്രമണത്തിനുള്ള ശ്രമമുണ്ടായത്. ഇതിൻ്റെ മറവിൽ ഒരു ഭീകരാക്രമണ ശ്രമം കൂടി രാത്രി ഉണ്ടായത്. അതെല്ലാം ഭാരതം തകർത്തു. കൃത്യമായ തിരിച്ചടി നൽകി ഭീകരാക്രമണത്തിന് വന്ന ഒരാളെ ഭാരതം ഉന്മൂലനം ചെയ്തു. ഒരു BSF ജവാന് വീരമൃത്യു സംഭവിച്ചതൊഴിച്ചാൽ ഭാരതത്തിന് കാര്യമായ പരിക്കേൽപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഏറ്റവും താഴെ തട്ടിൽ കൈയൊഴിയുമെന്നുള്ള സൂചന അനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒരു ക്യാമറയുടെ മുന്നിൽ പറയാനാവില്ലെങ്കിൽ പോലും കൃത്യമായ ആശയവിനിമയം നടക്കുന്നുണ്ട്. നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കൃത്യമായ സന്ദേശങ്ങൾ വരുന്നുണ്ട്. ജയ്സാൽമറിൽ പഴയതുപോലെ തന്നെ രാത്രിയുടെ മറവിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവിടെ വെടിയൊച്ച കേട്ടിരുന്നു. അവിടെ പ്രത്യക്ഷപ്പെട്ട ഡ്രോണുകളെ അടിച്ചിട്ടിരുന്നു. ഇങ്ങ് സാംബയിലും രജൌരിയിലും ഈ മുകളിലേക്ക് പൂഞ്ചിലും ഒക്കെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. നൗഷാറയിലുണ്ടായി. ഷെല്ലിംഗ് നടത്തി. പലതരത്തിലുള്ള ആക്രമണം തലേ രാത്രിയിലെ പോലെ തന്നെ സജീവമാക്കാൻ തുടങ്ങി. 2-3 മണിക്കൂറിന് ശേഷം വീണ്ടും ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഭാരതം ഔദ്യോഗികമായി രംഗത്തെത്തുകയും ഇനി അനങ്ങിയാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഔദ്യോഗികമായി പറയുകയും സമാന്തരമായി വിളിച്ച് കേണപേക്ഷിച്ച, സഹായം അഭ്യർത്ഥിച്ച, വെടി നിർത്താമെന്ന് കരഞ്ഞ അവിടുത്തെ DG മിലിറ്ററി ഓപ്പറേഷൻസിനോട് ഇവിടെ തിരിച്ചു നിന്ന് ഹോട്ട്ലൈൻ പൊങ്ങുമേ, അങ്ങോട്ട് സന്ദേശം കൊടുത്തു. ഇതാണ് വെടിനിർത്തലെങ്കിൽ ഇത്തരം വെടിനിർത്തലിന് ഭാരതം തയ്യാർ, രാത്രിയിൽ തന്നെ തുടങ്ങാമെന്നുള്ള സന്ദേശം. പിന്നെ പുലർച്ചെ എണീക്കുമ്പോൾ അവിടെ ഒരു കേന്ദ്രവും ബാക്കിയുണ്ടാവില്ല എന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യമായതാണ്. 90 മിനിറ്റ് കൊണ്ട് തകർത്ത് കളഞ്ഞത് എത്ര എണ്ണമാണെന്ന് അവർക്കും ബോധ്യമുണ്ട്. അങ്ങനെ ഗതിയില്ലാതെ നിവൃത്തിയില്ലാതെ അടങ്ങുകയായിരുന്നു. പാകിസ്ഥാനാണ്, ഭീകരരാണ്, ഭീകര രാഷ്ട്രമാണ്. എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയും എന്നറിയില്ല. എന്നും എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും ചതി പ്രതീക്ഷിക്കാം, ഒളിയുദ്ധവും പ്രതീക്ഷിക്കാം. അൽനമ്പ്യാണ്. യെസ്, ചതിയന്മാരാണല്ലോ പാകിസ്ഥാൻ. പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. തന്ത്രപരമായ മിടുക്ക് എന്നാണ് ഭാരതത്തിനെതിരായ ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത്. എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദാണ് പാകിസ്ഥാൻ്റെ പങ്ക് ഏറ്റുപറഞ്ഞത്. 40 അർദ്ധസൈനികരുടെ CRPFകാരുടെ ജീവനെടുത്ത ആക്രമണത്തിൽ പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പ്രദീപ് പിള്ളയാണ് ജമ്മുവിലെ സാംബയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.